നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ വൈകുന്നേര സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ TBFൻ്റെ മറ്റൊരു മീറ്റിങ്ങിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. വിവിധ ഇടങ്ങളിൽ നിന്നും ദൈവം കൂട്ടിവരുത്തിയ ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നാം അറിയുന്നത് പോലെ കർത്താവിൻ്റെ വചനം ഈ പുതുവർഷത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ന്യൂ ഇയർ സന്ദേശമായിട്ട് നമ്മെ കേൾപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവദാസൻ സന്തോഷ് മാത്യു അവരോടുള്ള നന്ദിയും അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിലേക്ക് തന്നെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പാട്ട് പാടുവാൻ വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെയും വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ ഗാന ശുശ്രൂഷ ആരംഭിക്കാം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി പുല്ലാന്തുള്ള സഭയിലെ ജോയ് സോറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വർഗപിതാവേ, പരിശുദ്ധനായ കർത്താവേ, അടിയങ്ങളങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, കഴിഞ്ഞു പോയ പ്രഭാതത്തിൽ അടിയങ്ങളെ കരുതി സഹായിച്ചു, സംരക്ഷിച്ചു, സൂക്ഷിച്ചു. കർത്താവിനെ മേശയൊരുക്കി പല സ്ഥലങ്ങളിൽ കർത്താവിനെ ആരാധിപ്പാൻ അടിയങ്ങളെ അനുവദിച്ചതിനായി സ്തോത്രം. കർത്താവെ, വൈകുന്നേരം സമയത്ത് അങ്ങയുടെ വചനം കേൾക്കുവാൻ ഈ പുതിയ വർഷത്തിൽ കർത്താവെ ഒരിക്കൽ കൂടി അടിയങ്ങളെ അനുവദിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവെ, മിനിസ്ട്രിക്കായി സ്തോത്രം. ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെടുന്നതിന് നടക്കുവാൻ അങ്ങ് അനുവദിക്കുന്നതിനായി സ്തുതിക്കുന്നു. അനേകം കഥാവിശ്വാസികളുടെ ആത്മീക വളർച്ചയ്ക്കും കർത്താവ് ദേശത്തിൻ്റെ അനുഗ്രഹത്തിനും അനേകം പേരുടെ രക്ഷയ്ക്കും കാരണമായി തീരുവാൻ തുടർന്നും കർത്താവെ മിനിസ്ട്രി അങ്ങ് സഹായിക്കണമേ. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ നിൻ്റെ ദാസന്മാരെയും ധാരാളമായി സഹായിക്കണമേ. ദൈവകൃപ നൽകണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് അടിയങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ അരിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം. കടന്നൊരാഗ്രഹിക്കുന്ന എല്ലാവരും ദാസമയം കടന്നു വരുവാൻ ഇടയാക്കണമേ. പാട്ട് പാടുവാൻ അങ്ങ് കൂട്ടിവെത്തിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ആവശ്യമാകുന്ന ദൈവകൃപ നൽകണമേ. കർത്താവിൻ്റെ കൃപയിൽ അങ്ങേക്ക് വേണ്ടി പാടുവാൻ അവരെ സഹായിക്കണമേ. അത് കർത്താവ് കേൾക്കുന്നവർക്കും പാടുന്നവർക്കും ഒരുപോലെ ആശ്വാസത്തിനും ആത്മീക അഭിവൃദ്ധിക്കും കാരണമായി തീരുവാനിടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വചനം കർത്താവെ പഠിപ്പിക്കുവാൻ കർത്താവെ അങ്ങയുടെ ദാസനെയും വചനമായി കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകൾ രാത്രിയിലും കർത്താവ് അടിയങ്ങൾ കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ടവരായി സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാനും ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ അല്പസമയം ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ആവശ്യമാകുന്ന എല്ലാ ദൈവകൃപയും നൽകി സഹായിക്കണം. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും മീറ്റിങ്ങും എനിക്കിവിടെ നടക്കുവാൻ ഇടയാക്കണമേ. ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ തന്നെ മേറിയ നാമത്തിൽ തന്നെ ആമേൻ. സമബഹുലമായ ഒരു 2025 നമ്മളെ വിട്ട് കടന്നുപോയത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നേരിട്ടു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ തിരിഞ്ഞു നോക്കി കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും, കർത്താവ് നമ്മൾ എത്ര അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ടാണ് കരുതിയത്, വഴി നടത്തിയത്. ആ കർത്താവിൻ്റെ കരുതലിനെയും നന്മയും പരിപാലനത്തെ ഓർക്കുമ്പോൾ അവന് നന്ദി പറയാതിരിക്കാൻ നമുക്കാർക്കും സാധ്യമല്ലല്ലോ. ഈ പുതുവർഷത്തിൻ്റെ ആരംഭ മീറ്റിങ്ങിൽ കർത്താവിന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗാനം പാടി നമ്മുടെ ഗാന ശുശ്രൂഷ ആരംഭിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടുമെന്ന ഗാനം ഇപ്പോൾ അക്സ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. എനിക്കാ
ലോക ജീവിതത്തിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ലാതെ നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള വിഷമങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും സംഭവിക്കാറുണ്ട്. എന്നാൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്കുള്ളൊരു പ്രത്യേകത, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വൈഷമ്യ ഘട്ടങ്ങളിലും നാം കടന്നു പോകുന്ന ഏത് ജീവിത സാഹചര്യത്തിൽ എപ്പോഴായിരുന്നാലും നമ്മെ കരങ്ങളിൽ വഹിച്ച് നടത്തുന്ന ഒരു കർത്താവുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം, അതാണ് നമ്മുടെ പ്രത്യാശ. ആ ഒരു പ്രത്യാശ നമുക്കുള്ളത് കൊണ്ടാണ് പതറിപ്പോകാതെ ഈ യാത്ര തുടരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. തിരുക്കരങ്ങളിൽ എന്നെ നടത്തും, അക്കരെ ഞാൻ ചെന്ന് ചേരും വരെയും എന്ന് തുടങ്ങുന്ന കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ചാൾസ് ജോൺ അവറുകൾ എഴുതിയ മനോഹരമായ ഒരു ഗാനം നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. പ്രിയ സഹോദരി പ്രിൻസി നമുക്ക് വേണ്ടി ആരംഭിക്കുന്നു.
നമ്മുടെ കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഒരു ഗാനം പോലും രചിച്ചതായിട്ട് നാം കാണുന്നില്ല. സ്തോത്രഗാനം താൻ പാടി എന്നുള്ളത് ശരിയാണെങ്കിലും കർത്താവ് ഒരു പാട്ട് എഴുതിയതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇന്ന് ക്രൈസ്തവ ലോകത്ത് ലക്ഷോപലക്ഷം ഗാനങ്ങളാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അതുപോലെ തന്നെ നൂറ്റാണ്ടുകളായി അനേക ആയിരക്കണക്കിന് ദൈവജനം ഈ കർത്താവിൻ്റെ ശ്രേഷ്ഠതയെ വർണ്ണിച്ചുകൊണ്ട്, അവൻ്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട്, അവൻ്റെ മാത്രം സവിശേഷതകളെ വർണ്ണിച്ചുകൊണ്ട് രചിക്കപ്പെട്ട ഒട്ടനവധി ഗാനങ്ങളുണ്ട്. കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന മറ്റൊരു ഗാനം കൂടെ നമുക്ക് പാടിക്കേൾക്കാം. പരിശുദ്ധനാം താതനെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് വേണ്ടി ഇപ്പോൾ അക്സ ആലപിക്കുന്നു. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, നാഥാനേ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്.
പാപത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ, വിശ്വാസം കാത്തുകൊള്ളുവാൻ, എന്നോട്ടമോടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ, വിശ്വാസം കാത്തുകൊള്ളുവാൻ, എന്നോട്ടമോടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. കോടാനുകോടി ദൈവമക്കളുടെ ഏക പ്രതീക്ഷയും പ്രത്യാശയും എന്നുള്ളത് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവാണ്. ലോക സംഭവങ്ങളെല്ലാം നമ്മുടെ കർത്താവ് വേഗം വരാൻ പോകുന്നു എന്ന് നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നാലും നമുക്കൊരു പ്രതീക്ഷയുള്ളത് ഇത് അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. ഇത് ജീവിതകാലം മുഴുവനും ഉണ്ടെങ്കിൽ പോലും അതിനൊരു ചെറിയ കാലഘട്ടം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് രോഗമില്ലാത്ത, പ്രതികൂലമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകാൻ പോവുകയാണ്. ആ കർത്താവിൻ്റെ മടങ്ങി വരവിനെ പ്രകീർത്തിക്കുന്ന ഒരു പ്രത്യാശ ഗാനം കൂടെ പാടി നമ്മുടെ ഇന്നത്തെ ഗാന ശുശ്രൂഷ അവസാനിപ്പിക്കാം. പ്രിയ പ്രിൻസി സൗരി നമുക്ക് വേണ്ടി ആലപിക്കുന്നു.
അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടിക്കേട്ട് നാം സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നല്ലോ. പാട്ട് പാടുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിച്ചു, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം ധാരാളം കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ഈ വർഷത്തെ TBF-ന്റെ ആദ്യത്തെ സന്ദേശം കേൾക്കുവാനുള്ള അവസരമാണ്. കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവരുകളെ അതിനായിട്ട് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു വർഷത്തേക്ക് ദൈവകൃപയാൽ നമുക്ക് പദമൂന്നുവാൻ വലിയവനായ ദൈവം നമുക്ക് തന്ന ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പുതിയ വർഷത്തേക്ക് കടക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാമെങ്കിലും കാലത്തിൻ്റെ തികവിൽ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന ഒരു ചരിത്രവും ക്രിസ്തീയ ജീവിതത്തിൽ, ഭൗമിക ജീവിതത്തിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പുതിയ പ്രത്യാശയോടുകൂടെ എടുത്ത തീരുമാനങ്ങൾ പാലിക്കപ്പെടാൻ കഴിയാതെ നമ്മുടെ കണ്ണിന് മുമ്പിലും അല്ലാതെയും വളരെ പരാജയത്തോടും തോൽവിയോടും നിരാശയോടും ഈ ലോകത്തിൽ നിന്ന് വിട്ടു പിന്മാറിയ ഒരുപറ്റം ചരിത്രങ്ങളുടെ മുമ്പിലാണ് ബലത്തോടെ ആരോഗ്യത്തോടെ ഞാനും നിങ്ങളും നിൽക്കുന്നത്. നമുക്കറിയാവുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരൊക്കെ അവരുടെ പ്രത്യാശയെ സഫലീകരിച്ചു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ സഫലീകരിച്ചിട്ടാണോ പിൻവാങ്ങിയത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അല്ല എന്ന് പറയേണ്ടി വരും. ഈ പുതിയ വർഷം ആരംഭിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ തീരുമാനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. ഈ വർഷം കർത്താവ് തരുന്നുവെങ്കിൽ, മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഇന്ന് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമയങ്ങളിൽ ഒരു കാരണവുമില്ലാതെ മനുഷ്യർ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ നിൽക്കുന്നത്. ആരോഗ്യമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, നല്ല ജോലിയുള്ളവർ, നല്ല ശരീര മെയ്വഴക്കമുള്ളവർ, കൊച്ചുകുട്ടികൾ പോലും ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാലത്തിൻ്റെ തികവിൽ വലിയവനായ ദൈവം ഈ രാത്രി വരെ നമുക്ക് ആയുസ് തന്നത് ദൈവത്തിന് നന്ദി പറയാൻ ഇടയാകാതിരിക്കുവാൻ നമുക്കൊരു തരമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും ചെയ്യേണ്ടുന്നതാണ് നമ്മുടെ വയസ്സിൻ്റെ ഈ കാലഘട്ടം വരെ നമുക്ക് ആയുസ് തന്ന ദൈവത്തെ സ്തുതിക്കണം. 2026 പൂർത്തീകരിക്കും എന്ന് ചങ്കത്ത് കൈവച്ചുകൊണ്ട് നമുക്കാർക്കും ഇന്ന് രാത്രി ഇവിടെ പറയാനായിട്ട് കഴിയുകയില്ല. കാരണം നമ്മുടെ ആയുസ്സിനെയും കാലത്തെയും ചരിത്രത്തെയും നിയന്ത്രിക്കുന്നത് നാം ആരുമല്ല, വലിയവനായ ദൈവമാണ്. ഒരുപക്ഷെ മഹാന്മാർ, ശ്രേഷ്ഠന്മാർ, സാമ്പത്തികമുള്ളവർ, ലോക നേതാക്കന്മാരൊക്കെ അവരുടെ ഭവനങ്ങളിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അനേക ഡോക്ടർമാരെയും നൂതനങ്ങളായ മരുന്നുകളും കണ്ടെത്തി അതിൻ്റെ കീഴിൽ ജീവിതം ആരംഭിച്ചിട്ട് പോലും ജീവിതത്തിൻ്റെ അർത്ഥവർഷങ്ങൾ പോലും തരണം ചെയ്യുവാൻ കഴിയാതെ, ദാവീദിനെ കുറിച്ച് പറയുന്നത് പോലെ മധ്യാഹ്നത്തിൽ ഉച്ച സമയത്ത് അവളുടെ സൂര്യൻ അസ്തമിച്ചു പോയ ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്നത്തെ ദിവസം കർത്താവ് നമുക്ക് അനുവദിച്ച് തന്നുവെങ്കിൽ ഈ ദിവസം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. ഇന്ന് രാത്രി നമ്മുടെ കിടക്കയിൽ പ്രാർത്ഥനയോടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അക്കരെ നാട്ടിൽ കണ്ണു തുറക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ഒരു വലിയ പ്രത്യാശയോടെ ആയിരിക്കണം ഇന്ന് രാത്രി കണ്ണുകൾ പൂട്ടിയടയ്ക്കേണ്ടത്. എന്നാൽ നാളെ രാവിലെ ഈ ലോകത്തിൽ കണ്ണു തുറക്കുവാൻ ദൈവം ഭാഗ്യം തരുന്നുവെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവമേ അങ്ങ് മുമ്പിൽ നടന്നാട്ട് അതിന് പുറകിൽ ഞാൻ ഇന്ന് പകൽക്കാലവും നടക്കുവാൻ അവിടുന്ന് കൃപ തരണമെന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മുടെ പ്രഭാതങ്ങൾ ആരംഭിക്കേണ്ടത്. ഈ പുതിയ വർഷം അതിന് ദൈവം കൃപ നൽകട്ടെ. ഒരു പ്രത്യേക വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വളരെ ചുരുക്കം സമയം ഞാൻ കൊണ്ടുവരികയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം
അതിൻ്റെ 33 വാക്യം. 1 ശമൂവേൽ 17 അധ്യായം 33 വാക്യം. അവിടെ നിന്നും ഒരു വാക്ക് ഞാൻ കടമെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ശമൂവേലിന്റെ 1 പുസ്തകം 17 അധ്യായം 33 വാക്യത്തിൽ ശൗൽ ദാവീദിനോട് പറയുകയാണ്, ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം. 2 വ്യക്തിപ്രഭാവങ്ങൾ. ഒന്ന്, വലിയ മല്ലനായിരിക്കുന്ന ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അവനെക്കുറിച്ച് വായിക്കുന്നത്, അവൻ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. എല്ലാ യോദ്ധാവിന്റെ കലകളും ആയോധന കലകളും അഭ്യസിച്ച മല്ലനായ ഭയാനകരമായ ഒരു രൂപം. മറുവശത്ത് ഇവിടെ വായിക്കുന്നത്, നീ ബാലനത്രേ, ഒരു കൊച്ചു പയ്യൻ, കഴിവില്ലാത്ത, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ എഴുത്തും വായനയും പോലും അറിയാത്ത, അമ്മയപ്പന്റെയും ചെറുകിൻ കീഴിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു കൊച്ചു പയ്യൻ. ഈ 2 വ്യക്തിപ്രഭാവങ്ങൾക്കിടയിൽ ഇന്ന് രാത്രി ദൈവം ഒരു ദൈവ പൈതലിന്റെ പ്രാപ്തി എന്താണെന്ന് വെളിപ്പെടുത്തിയാണ് ഈ അധ്യായത്തിൽ. ഒരു ദൈവ പൈതലിന്റെ പ്രാപ്തി എന്താണ്? ഞാൻ ആ വാക്ക് മാത്രം കടമെടുക്കുകയാണ്. പ്രാപ്തി. പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രാപ്തി? കഴിവ് എന്താണ്? ദൈവം തന്നിരിക്കുന്ന കഴിവിനെ കുറിച്ച് ചിന്തിക്കുക. എനിക്ക് പ്രാപ്തിയുണ്ടോ? ഇവിടെ പ്രാപ്തിയെക്കുറിച്ച് പറയുന്ന പല ഭാഗങ്ങൾ താഴേക്ക് വായിക്കുമ്പോഴറിയാം. ശൗൽ ദാവീദിനോട് പറയാണ്, ദാവീദേ, ഈ മല്ലനെ ജയിക്കുവാൻ നിനക്ക് പ്രാപ്തിയില്ല. അവനെ സംബന്ധിച്ച് അവൻ വലിയ യോദ്ധാവാണ്, ബാല്യം മുതൽ യോദ്ധാവാണ്. പക്ഷെ നീ ബാല്യമായതേ ഉള്ളൂ, നിനക്ക് അവനെ ജയിക്കുവാനുള്ള പ്രാപ്തിയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ വാക്ക് കേട്ട ദാവീദ് തൻ്റെ പ്രാപ്തിയെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്ന ചില വാക്കുകൾ നിങ്ങൾ ആ ഭാഗത്തേക്ക് ഒന്ന് ഓടിച്ച് കടന്നു പോവുക. വിശുദ്ധ വേദപുസ്തകമുള്ളവർ ആ തുറന്ന് വായിക്കുമ്പോൾ ആ പ്രാപ്തി എന്താണെന്ന് വെളിപ്പെടുത്തും. എന്നാൽ ഞാനതിന് മുമ്പ് ഇങ്ങനെ പറയട്ടെ, ഇന്ന് മനുഷ്യ മതത്തിൽ പ്രാപ്തി എന്ന് പറയുന്നത് ഈ ലോകപരമായ വിദ്യാഭ്യാസവും കഴിവും സൗന്ദര്യവും പണവും ധനവും സ്ഥാനമാനങ്ങളും ഉയർന്നു നിൽക്കുന്ന ഒരു ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് പറയും അവന് പ്രാപ്തിയുണ്ട്. എന്നാൽ വിദ്യാഭ്യാസത്തിൽ താണവനും പണ്ഡിതന്മാരല്ല പാമരന്മാരായ ആളുകളും കാണാൻ കൊള്ളാത്തവനും കറുത്തിരിക്കുന്നവനും നല്ല വീടില്ലാത്തവനും കയ്യിൽ ആ വിലയേറിയ സാധനങ്ങളൊന്നും ഇല്ലാത്തവനും വാഹനമില്ലാത്തവനും ഈ ലോകത്തിൽ അവന് പറയും അവന് പ്രാപ്തിയില്ല. ഞാനൊരു വസ്തുത പറയട്ടെ. കേരളത്തിലെ ഒരു തിരക്കേറിയ ടൗണിൽ ചിത്രകല പഠിക്കുന്ന കുറെ കുട്ടികൾ വന്ന് ആ ടൗണിലെ മതില് വൃത്തിയാക്കി അവിടെ ഒരു പടം വരയ്ക്കാൻ ആരംഭിച്ചു. അവർ ചിത്രകലയാണ് പഠിക്കുന്നത്. ഈ മതിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിത്രം വരച്ച് വൃത്തിയാക്കാമെന്ന് ആഗ്രഹിച്ചു. അനേകർ കടന്നു പോകുന്നുണ്ടെന്ന് ശ്രദ്ധിച്ച് കടന്നു പോവുകയാണ്. ഹായ്, നല്ല ചിത്രം, നല്ല വര. പലരും കടന്നു പോകുന്നു. ഒരു ഭ്രാന്തനായ എന്ന് പറയാം ഒരു മനുഷ്യൻ അവര് ചിത്രം വരച്ചു തുടങ്ങിയ ആദ്യ സമയം മുതൽ അവരുടെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കിയിരിക്കുക. അവർ ചിന്തിച്ചു, ഭ്രാന്തനല്ലേ, ബുദ്ധിയില്ലാത്തവനല്ലേ, അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അവൻ അവിടെ ഇരിക്കട്ടെ. അവൻ അവരുടെ മുമ്പിൽ കീറിപ്പറഞ്ഞ വേഷമാണ്, കുളിച്ചിട്ട് മാസങ്ങളായി, മുടി വെട്ടിയിട്ടില്ല, താടി വെട്ടിയിട്ടില്ല, തീർത്തും ഭ്രാന്തമായ ഒരു രൂപം. അവർ വരച്ചുകൊണ്ടേയിരുന്നു. ഈ മനുഷ്യൻ അവരെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ വന്ന് ഇവരുടെ ബാഗൊക്കെ ഒന്ന് പരിശോധിച്ചു. അവർ ചിന്തിച്ചു ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ട് ഓടുകയാണ്. അവരെ ആ മനുഷ്യനെ ഓടിച്ചു വിട്ടു. അവൻ റോഡിന്റെ അക്കരക്കരെ ചെന്ന് അവിടെയും നിന്ന് നോക്കിക്കൊണ്ട് നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ അപ്പുറത്തുള്ള മതിലിന്റെ ചപ്പും പടലും അഴുക്കും ഒക്കെ അവൻ എടുത്തു മാറ്റി എവിടെ നിന്നോ കുറെ കല്ലുകളും ചപ്പുകളും ഇലകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് അവൻ അവിടെ ചിത്രം വരെ ആരംഭിച്ചു. കടന്നു പോകുന്നവർ ഒരു വശത്തേക്ക് നോക്കി നല്ല ചിത്രമെന്ന് അഭിപ്രായപ്പെട്ട് മറ്റേ വശത്തേക്ക് നോക്കി ചിരിക്കുകയാണ്. കാരണം ഈ വട്ടൻ എന്ത് ചെയ്യുന്നു, ഈ ഭ്രാന്തൻ ഇവിടെ ചെയ്യുന്നു. അവരവിടെ നല്ല ചിത്രം വരയ്ക്കുമ്പോൾ ഇവൻ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിവരയ്ക്കുകയാണ് ആ ഭിത്തിയിലല്ല. ചില മണിക്കൂറുകൾ മുമ്പോട്ട് കടന്നപ്പോൾ ഇതുവരെ ആ ചിത്രകല പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ വരയ്ക്കുന്ന ചിത്രം കണ്ട് അതിന്റെ മഹത്വത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ആളുകളെല്ലാം മറുവശത്തേക്ക് നോക്കി വായ് പൊളിച്ചു നിൽക്കുക, അന്താളിച്ചു നിൽക്കുക. കാരണം ചിത്രകല പഠിക്കുന്നവരെക്കാൾ ഏറ്റവും സുന്ദരമായ ഒരു പ്രകൃതിയുടെ ചിത്രം ആ ഭ്രാന്തനെന്ന് മുദ്ര കുത്തിയ മനുഷ്യൻ അവിടെ കുത്തിവരയ്ക്കാൻ. അവന്റെ കയ്യിൽ പേനയോ പെൻസിലോ അതിന് വേണ്ടുന്ന സാധന സാമഗ്രികളോ ചിത്രങ്ങളോ പെയിന്റുകളോ ഒന്നുമില്ല. ആ തറയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് എടുത്ത കല്ലുകളും കുറച്ച് ഇലകളും കുറച്ച് കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് അവൻ ചിത്രം വരയ്ക്കുകയാണ്. ആളുകൾ അന്താളിച്ചു നിൽക്കാൻ. ഇവൻ എങ്ങനെ ഇത് വരയ്ക്കാനായിട്ട് സാധിച്ചു? പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വസ്തുത ഇങ്ങനെ പറയട്ടെ.
പ്രാപ്തി എന്ന് പറയുന്നത് കേവലം കാഴ്ചയിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ, വിദ്യാഭ്യാസത്തിന്റെ ഉന്നതമായ ചിന്താഗതികളിൽ, ധനത്തിന്റെ മേഖലകളിൽ മുദ്രയിടപ്പെടുന്ന ഒരു വസ്തുതയല്ല പ്രാപ്തി എന്ന് പറയുന്നത്. പ്രാപ്തി എന്ന് പറയുന്നത് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ എന്നെ പ്രേരിപ്പിക്കുന്ന, എന്നെ ഉപയോഗിക്കുന്ന മേഖലകളിൽ ഞാൻ എത്രമാത്രം ശോഭിക്കുന്നു എന്നുള്ളതാണ് പ്രാപ്തി എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കുടുംബജീവിതത്തിൽ ശ്രേഷ്ഠമായൊരു ഒരു മാർഗദർശിയായി നിലനിൽക്കുവാൻ, സമൂഹത്തിലും സഭയിലും മാതൃകാപരമായൊരു ജീവിതം നയിക്കുവാനുള്ള പ്രാപ്തി വലിയവനായ ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ, എനിക്കുണ്ടോ എന്നുള്ളത് വിചിന്തനം ചെയ്ത് വേണം കടന്നു പോകാൻ. നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. ദാവീദിനോട് പറയണം, ദാവീദേ നിനക്ക് പ്രാപ്തിയില്ല, ആയിക്കോട്ടെ. അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരിക. 33-ാം വാക്യമാണ് വായിച്ചത്. 34-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കുക. ദാവീദ് ശൗലിനോട് പറയുകയാണ്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ച് കൊന്നു. അടുത്ത വാക്യം, ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, എന്താണ് പ്രാപ്തി? ഒരു വലിയ മല്ലനെ കണ്ടിട്ട് അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്. ദാവീദേ, നീ ഒരു ബാലനാണ്, അവനെ തോൽപ്പിക്കുവാൻ നിനക്ക് പ്രാപ്തിയില്ലെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് ക്രിസ്തീയ ജീവിതത്തിലെ പ്രാപ്തി എന്താണെന്ന് വെളിപ്പെടുത്തി. ദാവീദ് പറഞ്ഞത്, ഞാൻ വരുന്ന വഴിക്കൊരു മനുഷ്യനെ കണ്ടു, അവനെ തോൽപ്പിച്ചു എന്നല്ല. നിങ്ങൾ നോക്കുക, ഒരു കരടിയെയും ഒരു സിംഹത്തെയും ഞാൻ വലിച്ചു കീറിയിട്ട് വന്നവനാ. ദാവീദ് അതിലൂടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു സിംഹത്തെയും കരടിയെയും വലിച്ചു കീറി കൊന്ന് ഇവിടെ വന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ബാലനായ എനിക്ക്, അടുത്ത വാക്യത്തിൽ വായിച്ചിരിക്കുന്നു നോക്കുക, ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിരിച്ചിരിക്കുന്നുണ്ട്, അവനും അവയിൽ ഒന്നിനെ പോലെ. ഇതാണ് പ്രാപ്തി. ക്രിസ്തീയ ജീവിതത്തിലെ പ്രാപ്തി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മല്ലനായ ഒരുവൻ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു വീരോചിതമായ ഒരു സെന്റൻസ്, ആ മല്ലന്റെ കാലിന്റെ മുട്ടിന്റെ അവിടെ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാവീദ് എന്ന് വെച്ചോളൂ. എന്റെ കുഞ്ഞെ, നീ വളരെ കൊച്ചൊരു കുഞ്ഞാണ്, അവൻ കാലുകൊണ്ട് നിന്ന് തട്ടിയാൽ നീ അങ്ങ് താഴെ പോയി വീഴും, നിന്നെ കൊണ്ട് പറ്റുകയില്ല. ദാവീദിന്റെ മറുപടി, ഈ കൊച്ചു ബാലനായ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ ബാലനായി ഞാൻ ഒരു കരടിയെയും സിംഹത്തെയും വലിച്ചു കീറി കൊന്ന ഒരു ചരിത്രം എന്റെ ജീവിതത്തിലുണ്ട്. ഒരു പക്ഷെ ഇത് കേൾക്കുമ്പോൾ ശൗലൊന്ന് പുഞ്ചിരിക്കും. ഇങ്ങനെയും തമാശ പറയാമോ? ഇത്രയ്ക്ക് തമാശയൊന്നും പറയരുത്. ഞാൻ ചോദിക്കട്ടെ, ദാവീദ് ഒരു നേരം പോക്കിന് വേണ്ടി പറഞ്ഞ തമാശയാണോ അത്? ദാവീദ് ഒരു നേരം പോക്കിന് വേണ്ടി പറഞ്ഞ തമാശയാണോ? അല്ല. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് നേരിട്ട സന്ദർഭത്തിൽ ഒരു വലിയ വിജയം നേടിയ ഒരു ചരിത്രം. പ്രാപ്തി എന്ന് പറയുന്നത് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് പറയുന്ന ധൈര്യം, എന്റെ ദൈവത്താൽ ഒരു സിംഹത്തെയും കരടിയെയും ഞാൻ തോൽപ്പിച്ചു എന്ന് പറയുന്ന ആ ഉറപ്പ്, അല്ലെങ്കിൽ ആ സാക്ഷ്യമാണ് ഇന്ന് രാത്രി പ്രാപ്തി എന്ന് പറയുന്നത്. തീർന്നില്ല, താഴേക്ക് വരൂ. അവിടെ വായിക്കുന്ന ഇതാണ് 37-ാം വാക്യത്തിൽ. ദാവീദ് പിന്നെയും പറയാണ്, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. പ്രാപ്തി എന്ന് പറയുന്ന രണ്ടാമത്തെ വിസ്തൃത പറയട്ടെ. ഒന്ന്, എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ ദൈവം എന്നെ ബലപ്പെടുത്തി വിജയം നേടുവാൻ കഴിഞ്ഞ ഒരു വലിയ സാക്ഷ്യം, വലിയൊരു അനുഭവമാണ് പ്രാപ്തി എന്ന് പറയുന്നത്. രണ്ടാമത്, എന്റെ ദൈവം എന്നിലൂടെ അല്ലെങ്കിൽ നമ്മിലൂടെ ഈ ഫെലിസ്തീനെ കൊല്ലുകയും നാം എല്ലാം അവന്റെ കയ്യിൽ നിന്ന് വിജയം നേടുമെന്നുള്ള ജീവിതത്തിന്റെ ഉറപ്പ് അല്ലെങ്കിൽ വിശ്വാസമാണ് പ്രാപ്തി. വിശ്വാസമാണ് പ്രാപ്തി. ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവം നമ്മളോട് പറയാം, നിനക്ക് പ്രാപ്തിയുണ്ട് എന്ന് പറയണമെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് വരും. ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ചിലത് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് പ്രാപ്തി. പലരോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും, കഴിഞ്ഞൊരു വർഷം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തെല്ലാം നേടിയെടുത്തു? ദൈവത്തിൽ നിന്നും എന്തെല്ലാം സമ്പാദിച്ചു? ജീവിതത്തിന് മുമ്പിൽ കടന്നു വന്ന കരടിയെയും സിംഹത്തെയും പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ വലിച്ചു കീറുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവോ? ഈ ലോകത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമല്ല, അന്ധകാര സേനയോട്, പിശാചിനോട്, വലിയ സിംഹത്തോട്, കരടിയോട്. ദൈവത്തിന് സ്തോത്രം.
കർത്താവ് പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു. ഞാൻ അതിനെ ഒരു നാടകീയവൽക്കരിക്കട്ടെ. കുറെ ചെന്നായി നിൽക്കുന്നു. ഒരു 12 ശിഷ്യന്മാരാണല്ലോ. 12 കുഞ്ഞാടുകൾ അവരുടെ മുമ്പിൽ ഇറക്കി വിടുമ്പോൾ സ്വാഭാവികമായി ഈ ചെന്നായ്ക്കൾ എന്തു ചെയ്യും? ഓരോന്നിനെ പിടിച്ച് 2 കുടച്ചിൽ കുടയും. തീർന്നു. ഈ കുഞ്ഞാടുകളുടെ ലൈഫ് കഴിഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞാടുകൾ തിരിച്ച് യജമാനോട് ചോദിക്കും, യജമാനെ, ഞങ്ങൾ ആ ചെന്നായ്ക്കളെ നോക്കിയിട്ട് വളരെ ക്രൂരമായ അവരുടെ രൂപം, വലിയ പല്ലുകൾ, തേറ്റപ്പല്ലുകൾ, ഭയാനകരമായ കണ്ണുകൾ, കയ്യിലും കാലിലുമൊക്കെ നല്ല വലിയ ആ നഖമുണ്ട്. ഒരു നിമിഷം കൊണ്ട് അവ ഞങ്ങളെ നശിപ്പിക്കുകയില്ലേ? അപ്പോൾ കർത്താവിന്റെ മറുപടി എന്തായിരിക്കും? ഇല്ല, നിങ്ങൾ പോയിക്കോളൂ മുമ്പോട്ട്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ 12 കുഞ്ഞാടുകളും, ഞാൻ 12 ഒരു കണക്കം പറഞ്ഞതാ കേട്ടോ, ആ 12 ശിഷ്യന്മാരാകുന്ന ദൈവമക്കളാകുന്ന കുഞ്ഞാടുകൾ ഈ ലോകത്തിലെ ആ ചെന്നായ്ക്കളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ചെന്നാക്കൾ പേടിച്ചോടുക. ഒന്നിനെ വിളിച്ചു നിർത്തി, ചെന്നായ ഒന്ന് നിന്നേ, നിങ്ങൾ എന്തിനാ പേടിച്ചോടുന്നതെന്ന് ചോദിച്ചാൽ ചെന്നായ ഒരു കാര്യം പറയും, സ്തോത്രം. ഈ കുഞ്ഞാടുകൾ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെന്നായി നോക്കുമ്പോൾ ചെന്നായി കാണുന്നത് കുഞ്ഞാടിനെ അല്ല, ദൈവത്തിന് സ്തോത്രം, അതിന് പുറകിൽ ദാവീദിന്റെ സിംഹമായ ഒരുവൻ നിൽപ്പുണ്ട്. ആമേൻ. ആ കുഞ്ഞാടുകൾക്ക് പുറകിൽ രാജകീയ പ്രൗഢിയോടെ ഒരു സിംഹം നിൽപ്പുണ്ട്. ആ ചെന്നായി തമ്മിൽ പറയണം, മോനെ, ഈ ഒരു കുഞ്ഞാടിനെ നീ തൊട്ടാൽ ആ സിംഹത്തിന്റെ രൂപം നീ കാണും, അതിന്റെ തനി രൂപം നീ കാണും. ഇന്ന് രാത്രി പറയട്ടെ, പ്രാപ്തി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ദൈവപൈതലിലൂടെ പുറകിൽ നിൽക്കുന്ന ദാവീദ് ഗോത്രത്തിലെ സിംഹം, അവൻ പ്രവർത്തിക്കുന്ന പ്രാർത്ഥനയിലൂടെ നേടിത്തരുന്ന വലിയ വിജയമാണ് ക്രിസ്തീയ ജീവിതത്തിലെ പ്രാപ്തി. തീർന്നില്ല. പിന്നെയും ദാവീദ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. 37-ാം വാക്യം, 38-ാം വാക്യം. ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ച് അവന്റെ തലയിൽ താമ്ര ശിരസ്ത്രം വെച്ചു, തന്റെ കവചവും അവനെ ഇടിപ്പിച്ചു. ഞാൻ ഇങ്ങനെ പറയാം, ഇത്രയും കേട്ടപ്പോഴേക്കും ശൗലിന് ഒരു കാര്യം മനസ്സിലായി, ഇവൻ ചില്ലറക്കാരനൊന്നും അല്ല, ഇവൻ കൊച്ചു ബാലൻ, നീ വെറും ബാലന, നീ പൊടിക്കുഞ്ഞ പൊടാ. പക്ഷെ ഇവന്റെ സാക്ഷ്യം കേട്ടപ്പോൾ മനസ്സിലായി, ഇവൻ ചില്ലറക്കാരനല്ല, ഇവനെ കൂടെ കൂട്ടുന്നതാണ് ബുദ്ധി. അപ്പോൾ നോക്കുക, ശൗലിന് ഓർഡർ ചെയ്യാം, വേറെ ഒരു യുദ്ധക്കോപ്പുകളെല്ലാം അവന് കൊടുത്താട്ടെ. അവിടെ ദൈവാത്മാവ് പറയുന്നത് നോക്കുക, ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ, അതെന്തിനാ തൻ്റേതെടുത്ത് കൊടുത്തത്? രാജാവിൻ്റെ ആർക്കും കൊടുക്കുകയല്ല, രാജാവിൻ്റെ ഒരു സ്പെഷ്യലാണ്. കാരണം ഒരു കാരണവശാലും ഇതിനകത്ത് ആ കുന്തമോ വാളോ വന്ന് പറ്റി രാജാവിന് ഒരു അപകടം വരുന്നത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആണ്. രാജാവ് ഇതെടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിപ്പോ പിടിക്കാൻ യോഗ്യത നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യൽ ഒരു അംഗീകാരം അവിടെ കിട്ടിക്കഴിഞ്ഞു. ശൗൽ തന്റെ പടയങ്കിയും ആ താമ്ര ശിരസ്ത്രവും കവചവും ഒക്കെ അവനെ അണിയിച്ചിട്ട് ദാവീദിനോട് പറയാം, ഇനി നീ പ്രാപ്തി എന്ന് പറയുന്നത് ഈ ഭൗമികമായ ജഡീകമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പാദിക്കുന്ന വിജയമല്ല പ്രാപ്തി. ഈ ലോകത്തിലെ നന്മ കൊണ്ട് നേടിയെടുക്കുന്നതല്ല പ്രാപ്തി. വായിക്കാം 33-ാം സങ്കീർത്തനം അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യം അവിടെ വായിക്കുന്നു. 33-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന നിങ്ങൾ നോക്കുക, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കുതിരപ്പുറത്ത് സർവ ആ യുദ്ധക്കോപ്പുകളുമായി വാളുമായി ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്ത എന്താണെന്നറിയാമോ? എൻ്റെ ശരീരം മുഴുവൻ യുദ്ധ സാമഗ്രികളാണ്, ഞാനൊരു കുതിരപ്പുറത്തായിരിക്കുന്നത്, അതുകൊണ്ട് ഇത്രയും ഉയരത്തിൽ ഈ ആയുധങ്ങൾ വരികയില്ല. കുതിര ഒരുപക്ഷെ എന്നെ സഹായിക്കും, അത് ഓടി രക്ഷപ്പെടും, എനിക്ക് രക്ഷ നേടും, എൻ്റെ യുദ്ധക്കോപ്പുകൾ എന്നെ രക്ഷിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ജയത്തിന് കുതിര ആവശ്യമായിരിക്കില്ല, ഗുണപ്പെടുകയില്ല. നിങ്ങളുടെ യുദ്ധക്കോപ്പുകളൊന്നും നിങ്ങളുടെ വിജയത്തിന് നേടുകയില്ല. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിനക്ക് കുതിരയുണ്ടെങ്കിലും യുദ്ധക്കോപ്പുകൾ ഉണ്ടെങ്കിലും എൻ്റെ ദൈവത്തിന്റെ നോട്ടമില്ലെങ്കിൽ, എൻ്റെ ദൈവത്തിന്റെ കണ്ണുകൾ നിന്റെ മേലില്ലെങ്കിൽ, എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേലില്ലെങ്കിൽ നീ നേരിടുന്നത് പരാജയമായിരിക്കും, തോൽവിയായിരിക്കും. അപ്പോൾ ദാവീദ് ഇവിടെ പറയാണ്, അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്ക്, അവിടെ എഴുതിയിരിക്കുന്നത്, പടയെങ്കിമേൽ അവന്റെ വാളും കെട്ടി ദാവീദ് നടക്കാനൊന്ന് നോക്കി. അവിടെ വായിക്കുന്നത്, എന്നാൽ അവനത് എന്താ എഴുതിയിരിക്കുന്നേ?
അവന് ശീലമില്ല. എന്നെ ആ വാക്ക് വളരെ ചിന്തിപ്പിച്ചു. ദാവീദ് ഈ ആടിനെ മേയിച്ച് നടക്കുന്ന ആള് വാളോ ഈ പട്ടാളക്കോപ്പുകളോ ഈ വലിയ വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും ധരിച്ച് നടന്നിട്ടില്ല. നേരെ നിവർന്ന് തൻ്റെ ഇടത്തോടെ നിന്നവൻ ഈ രാജാവിന്റെ സാമാനങ്ങളൊക്കെ എടുത്ത് ഇട്ടപ്പോഴേക്ക് അവൻ അങ്ങോട്ട് കുനിയാൻ തുടങ്ങുന്നു. താങ്ങുന്നില്ല. ഇതിട്ടൊന്ന് ഓടാൻ പറ്റുന്നില്ല. ഇതിട്ട് കൈയെഴുത്തി ഒന്ന് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. അടുത്തതോടെ വായിക്കുന്ന ഇതാണ്, ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായികയാൽ ഇവ ധരിച്ചുകൊണ്ട് നടക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവയെ ഊരി വെച്ചു. അപ്പൊ ശൗല് ചോദിക്കുകയാണെന്ന് വെച്ചോ, മോനെ നീ മല്ലനോട് യുദ്ധം ചെയ്യാനാ പോകുന്നത്, അവന്റെ വിശേഷം ചോദിക്കാനല്ല. ഇതിട്ടിട്ട് പോലും ഞങ്ങൾ മരിക്കുന്നു, ഇതിട്ടിട്ട് പോലും ഞങ്ങൾ കൊല്ലപ്പെടുന്നു. അപ്പോ നീ ഇതിടാതെ പോയാൽ എങ്ങനെയാ? ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനൊരു ആശയം ഇങ്ങനെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ ശരീരത്തിൽ തീ കത്തിക്കാം. അതിനുള്ള കെമിക്കലൊക്കെ ഉണ്ട്. ആ സാധനം മുഴുവൻ പുരട്ടിയിട്ട് തീ കത്തിച്ചാൽ നമ്മൾ നിന്ന് കത്തും, ഒരബദ്ധവും സംഭവിക്കുകയില്ല. അതിനൊരു ടൈം പീരീഡിനുള്ളിൽ നമ്മുടെ ശരീരത്ത് അത് സാധനം പുരട്ടിയിട്ട് തീ കത്തിക്കാം. അങ്ങനെയാണ് മാജീഷ്യൻസ് ഒക്കെ കാണിക്കുന്നത്. അല്ലാതെ ആരും ഡയറക്റ്റ് തീ കത്തിക്കാനായിട്ട് പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം, മനുഷ്യ ശരീരം തീയിൽ വീണാൽ കത്താതിരിക്കാമോ എന്ന് ചോദിച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ, ചില പ്രത്യേക രീതികളിൽ ഒരു പരിധി വരെ രക്ഷപ്പെടാം. എന്നാൽ പണ്ട് 3 എബ്രായ ബാലന്മാരെ ഈ മരുന്ന് ശരീരത്തിൽ വാരി പുരട്ടിയിട്ട് തീയിലെടുത്തിട്ടതല്ല, പച്ച ശരീരത്തിൽ കത്തിപ്പോകട്ടെ എന്ന് കരുതി ഇതൊന്നും പുരട്ടാതെ 7 മടങ്ങ് വർദ്ധിച്ച ചൂളയിലേക്ക് അവരെ ഇട്ടപ്പോൾ രാജാവും പരിവാരങ്ങളും ഇവര് കത്തി അവരുടെ ജീവൻ അവിടെ ഓടിപ്പിടച്ചു വീണ് കത്തി ചാമ്പലാകുന്നത് കണ്ടു പൊട്ടിച്ചിരിക്കാൻ വന്ന രാജാവും പ്രിയപ്പെട്ടവരും അന്താളിച്ച് നിന്നത് എന്താണെന്നറിയാമോ? ആ 3 ബാലന്മാരുടെ ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവരാ തീയെ ജയിച്ച ആ പ്രാപ്തി കണ്ടിട്ട് രാജാവ് അതിശയിച്ചു. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടപ്പോൾ നിമിഷ നേരം കൊണ്ട് അത് ഭക്ഷിച്ച് ഇല്ലാണ്ടാക്കേണ്ട സ്ഥാനത്ത് ദാവീദ് വിശ്വസിച്ച ദൈവത്താൽ ആ സിംഹത്തിന്റെ വായ അടഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞ ആ സാക്ഷ്യം, ആ അനുഭവം കണ്ടപ്പോൾ അതാണ് പ്രാപ്തി. രാജാവ് അന്താളിച്ചു, ദാനിയേലേ, എന്റെ മകനെ, നീ കയറി വന്നാട്ട്, നീയാണ് ഇവിടുത്തെ മിടുക്കൻ, നിന്റെ ദൈവമാണ് ഞങ്ങളുടെ ദൈവം. പ്രാപ്തി എന്ന് പറയുന്നത് അതാണ്. ദാവീദ് പറയാണ്, എനിക്ക് ശീലമില്ല. ഞാൻ ഒരു വാക്ക് അല്പമൊന്ന് ചേർത്ത് പറയട്ടെ. ഈ ലോകത്തിലെ ഒന്നും കൊണ്ട് നേടാൻ കഴിയുന്നതല്ല ക്രിസ്തീയ വിശ്വാസം. ഈ ലോകത്തിലെ ഒന്നുകൊണ്ടും സമ്പാദിക്കാൻ കഴിയുന്നതല്ല ഈ ക്രിസ്തീയ ജീവിതത്തിലെ ഈ പ്രാപ്തി എന്ന് പറയുന്നത്. ദാവീദ് ദൂരി വെച്ച്, രാജാവേ, എനിക്കിത് ശീലമില്ല. രാജാവ് ചോദിക്കും, പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? നീ കണ്ടോളൂ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് വേണ്ട. എൻ്റെ പ്രാപ്തി എന്താണെന്ന് ഞാൻ അവിടെ വെളിപ്പെടുത്താൻ പോകുക. തീർന്നില്ല. അവിടുത്തെ വായിക്കുന്നത് 40-ാം വാക്യത്തിൽ, പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തെരഞ്ഞെടുത്ത് ഇടയസഞ്ചിയായി പൊക്കണത്തിലിട്ട് കയ്യിൽ കവിണയുമായി ഫെലിസ്തീനോട് അടുത്തു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് തൻ്റെ അനുഭവത്തിൽ ഇവിടെ പറയാണ്, എൻ്റെ പ്രാപ്തി എന്ന് പറയുന്നത് കുത്തി നടക്കാൻ ഒരു വടിയും പോക്കറ്റിൽ 5 കല്ലും നല്ല ആരോഗ്യമുള്ള ബലമുള്ള ഒരു കവിണയും ഉണ്ടെങ്കിൽ ഇന്ന് എൻ്റെ പ്രാപ്തി എന്താണെന്ന് ഞാൻ നിങ്ങളെ വെളിപ്പെടുത്തും. സ്തോത്രം. മോശയോട് പറഞ്ഞു, നീ പോകുമ്പോൾ പഴയ വടിയെടുക്കാൻ മറക്കരുത്. എന്താ വടിയുടെ അർത്ഥം? ആ വടി കൊണ്ട് ഒത്തിരി അത്ഭുതങ്ങളൊക്കെ മോശ ചെയ്തു. ഞാനതിന് ഇങ്ങനെ പറയും, സാക്ഷ്യമാണ് വടി. എന്റെ ജീവിതത്തിലെ പ്രാപ്തി എന്ത്? നമ്പർ 1, ഒരു വടി സമം എന്റെ ജീവിതത്തിലെ സാക്ഷ്യമാണ് എന്റെ പ്രാപ്തി. ഞാൻ നേടിയെടുത്തു എന്നല്ല, എന്നിലൂടെ ദൈവം നേടിയത് എന്റെ ജീവിതത്തിലെ അനുഗ്രഹീതമായ സാക്ഷ്യം കർത്താവ് തന്നിട്ടാണ്. കവിണയും കല്ലും, നിനക്ക് വിജയം നേടാൻ കഴിയുന്ന ഒരു കല്ല് നിന്റെ കൈവശമുണ്ട്. ഞാൻ അതിന് ഇങ്ങനെ ചേർത്ത് പറയും, ഒരു വലിയ കല്ല്. ആ കല്ല് അടിക്കപ്പെട്ട് മുറിവേൽക്കപ്പെട്ട് അതിൽ നിന്നും ഒഴുകിയിറങ്ങിയ ആ തിരുരക്തം എന്റെ പാപത്തെ പരിഹരിക്കുവാൻ മതിയായതായിരുന്നുവെങ്കിൽ ആ കല്ല് കർത്താവ് യേശു ക്രിസ്തു എന്ന തള്ളിക്കളഞ്ഞ അതേ കല്ല് മുറുകെ പിടിച്ചോളൂ. ആ കല്ലിനാൽ നമുക്കൊരു പ്രാപ്തി നേടാനായിട്ട് കഴിയും. ഇവിടെ ദാവീദ് ഒരു വലിയ വിജയം നേടിയെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു വലിയ വിജയം. ഒരു കല്ല് അതെറിഞ്ഞ് അവൻ വീണ് അവന്റെ തലയറുത്ത് രാജാവിന്റെ മുമ്പിൽ വരിക. അപ്പോഴും രാജാവ് ചോദിക്കുന്നു, നീ ആരാണ്? മുമ്പേ പോയ പയ്യൻ തന്നെയാണോ നീ?
എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു, ദാവീദേ നിനക്ക് പ്രാപ്തിയില്ല. പക്ഷെ ആ പ്രാപ്തിയില്ലെന്ന് പറഞ്ഞവൻ ആ മല്ലന്റെ ശിരസ്സുമായി രാജാവിന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ്, എനിക്ക് പ്രാപ്തിയുണ്ട്. ഇന്ന് രാത്രി ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാം, അനേക അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കേൾക്കുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തെ അലട്ടുന്ന, വേദനിപ്പിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, മനസ്സിനെ തകർക്കുന്ന, എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ പ്രോഗ്രഷനെ തടയുന്ന, എൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമാകുന്ന, എൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്ന, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമാകുന്ന, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്, വിശ്വാസ ജീവിതത്തിന് തടസ്സമാകുന്ന കരടികളെയും സിംഹങ്ങളെയും ഇതുപോലെയുള്ള മല്ലന്മാരെയും തോൽപ്പിക്കുവാനുള്ള പ്രാപ്തി കർത്താവേ നീ എനിക്ക് തരണം. ചില വാക്കുകളോട് വീണ്ടും കടന്നു പോകട്ടെ. റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് ഞാൻ കടന്നു വരാം. ആ പ്രാപ്തിക്ക് മറ്റൊരു ഭാഷാന്തരമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ എഴുതിയിരിക്കും നോക്കുക. റോമലേഖനം 12-ാം അധ്യായം 1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ, അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ മനസ്സലിവ്, വലിയ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഈ വാക്ക് ഒരു കാലെ പിടിച്ച് പറയുന്ന സെന്റൻസ്. ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഒരു അപേക്ഷ നിങ്ങളോട് ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ പ്രാപ്തി നേടണമെങ്കിൽ എന്തു ചെയ്യും? അതോടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് ഈ പ്രാപ്തി നേടാൻ കഴിയുന്നത്? എങ്ങനെയാണ് വലിയൊരു വിജയം നേടാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഈ വലിയൊരു വിജയം പ്രാർത്ഥനയിലൂടെ നേടാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇത്രമാത്രം വലിയൊരു പ്രാപ്തി ഉണ്ടാകുന്നത്? നിങ്ങൾ എന്താ വായിക്കുന്നത്? ബുദ്ധിയുള്ള ആരാധന. ഒന്നാമത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏത് ബുദ്ധിയാണ്? ശരിയായ ബുദ്ധി, ശരിയായ ആരാധന. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും, ശരിയായ ഒരു ജീവൻ, വിശുദ്ധിയും ശരിയായ ഒരു വിശുദ്ധി, ദൈവത്തിന് പ്രസാദവും ശരിയായ നിലയിൽ ദൈവത്തിന് പ്രസാദമാകുന്നൊരു ജീവിതം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ യുദ്ധക്കോപ്പുകൾ എന്ന് പറഞ്ഞ ഇതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കാമെങ്കിൽ ശൗലിനോട് നമുക്കും പറയാം, ദാവീദിന് മാത്രമല്ല ശൗലെ, ഈ പാവങ്ങളായ പുറജാതികളായ നമുക്കും പ്രാപ്തിയുണ്ട്. ദിനവൃത്താന്തങ്ങൾ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം, നിങ്ങളിൽ ഒരുവൻ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ അവരോട് കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ എന്നിലൂടെ, ഞാൻ എന്ന ഒരു വ്യക്തിയിലൂടെ ഒരു വലിയ നേട്ടം നമ്മുടെ സഭയ്ക്ക്, സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന് നേടാനായിട്ട് കഴിയും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ പറയാണ്, നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ക്രമീകരിക്കണം. അതിന് ജീവൻ വേണം, ബുദ്ധി വേണം, വിശുദ്ധി വേണം, ശരിയായ ആരാധന വേണം, ദൈവം പ്രസാദിക്കുകയും വേണം. അതിന്റെ മറുവശം ഞാൻ പറയട്ടെ, ഓപ്പോസിറ്റ് വാക്ക്. അതിന് ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി എന്ന് പറഞ്ഞാൽ അതിന്റെ മറുവശം എന്താ? ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ എന്ത് കാണിക്കരുത്? ഈ ബുദ്ധിയില്ലായ്മ, മണ്ടത്തരം കാണിക്കരുത്, അറിവില്ലായ്മ കാണിക്കരുത്. അയ്യോ, അറിയാതെ സംഭവിച്ചു പോയി. ദൈവദാസൻ പറയുന്നുണ്ട്, ശലോമോൻ എഴുതുന്നുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ അറിയാതെ പറഞ്ഞുപോയി എന്ന് നിങ്ങൾ പറയരുത്. ബുദ്ധിയില്ലായ്മ, മണ്ടത്തരം, അബദ്ധം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഓരോ വാക്കുകളും, ഓരോ പ്രവൃത്തിയും, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ വളരെ ബുദ്ധിയോടെ ചിന്തിച്ച് പറയുക, ചിന്തിച്ച് പ്രവർത്തിക്കുക, ചിന്തിച്ച് പെരുമാറുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ദൈവദാസൻ പറയുന്നത് ജീവനുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ നിനക്ക് ജീവനുണ്ട് എങ്കിലും നീ എന്തിരിക്കുന്നു? മരിച്ചവനായിരിക്കും. നമ്മളെക്കുറിച്ച് മറ്റുള്ളവരൊക്കെ അങ്ങനെ പറയുന്നുണ്ടോ എന്നോ ചിന്തിക്കണം. ചത്തവരാന്നേ നമ്മുടെ പ്രാർത്ഥന. അത് കേൾക്കുന്നവരെല്ലാം ഉറങ്ങിപ്പോകുന്നു. നമ്മുടെ പ്രസംഗം കേൾക്കുന്നവരെല്ലാം ഉറങ്ങിപ്പോകുന്നു. ഓ, അതൊരു ചത്ത പ്രസംഗം, ചത്ത ബൈബിൾ ക്ലാസ്, ഒരു ചത്ത പ്രാർത്ഥന, ഒരു ചത്ത ആരാധന. ഇതിന്റെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രസംഗങ്ങൾ, ശുശ്രൂഷകൾ, ആരാധന ചത്തുപോകാതാകരുത്. വിശ്വാസത്തോടെ, ഉണർന്നുകൊണ്ട്, ധീരതയോടെ ചെയ്യുന്നതായിരിക്കണം. മൂന്നാമത് വായിക്കുന്നത് വിശുദ്ധി. അതിന് മറുവശം വിശുദ്ധിയില്ലായ്മ. ഞാൻ ആ ഭാഗത്തേക്ക് വരും. ദൈവത്തിന് പ്രസാദം. മലാക്കി പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കണ്ണുപൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും വിരൂപമുള്ളതിനെയും ഒക്കെ ദൈവത്തിനും, നല്ലതെല്ലാം നിങ്ങൾക്കും അത് പാടില്ല, അത് പാടില്ല.
കാരണം ദൈവം സകലതും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഞാൻ അനന്യാസിന്റെ ലൈഫിനെ കുറിച്ച് BBSന്റെ നോട്ടിൽ എഴുതിയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അനന്യാസിനോട് ആരും വന്ന് പറഞ്ഞില്ല, മോനെ നിന്റെ പുരേടം വിറ്റ് ഇനി കൊണ്ട് തരണേ, ആരും പറഞ്ഞില്ല. അനന്യാസും സഫീറയും തീരുമാനിച്ചു, നമുക്കെന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്യാം. കിട്ടുന്ന പൈസ അപ്പോസ്തലന്മാർക്ക് കൊടുത്താൽ പാവപ്പെട്ട ദൈവമക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണവും ഒരു വസ്ത്രവും വാങ്ങിക്കാനും ഒക്കെ ഉപകരിക്കുമല്ലോ. വിറ്റപ്പോഴാ മനസ്സിലായത് നല്ലൊരു തുകയുണ്ട്. ഒരു കാര്യം ചെയ്യും, ഇത്രയും കിട്ടിയതല്ലേ, നമുക്ക് അതിലൊരു പങ്ക്, ഒരു ഓഹരി മാറ്റിവെച്ച്, നമുക്ക് വേണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ, നമുക്കും ആവശ്യങ്ങളില്ലേ, മാറ്റിവെച്ച് മറ്റേത് കൊടുക്കാം. അവിടെ അനന്യാസിനോട് ചോദ്യം ചോദിക്കുന്നതായിട്ട് വായിക്കുന്നില്ല. അല്പം കഴിഞ്ഞ് സഫീറ വരുമ്പോൾ ചോദിക്കുന്നു, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? അവൾ എന്ത് പറഞ്ഞു? അതെ, ഇത്രയ്ക്ക് തന്നെ. അവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്താ? പ്രാപ്തി എന്ന് പറയുന്നതേ ഇങ്ങനെ തമ്മിൽ ഒത്തിട്ട് ദൈവഹിതപ്രകാരമല്ലാത്തത് ചെയ്യുന്നതല്ല. അതവിടെ വായിക്കുന്നേ. നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ ശുശ്രൂഷകൾ, നിങ്ങളുടെ ജീവിതം, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ ദൈവപ്രസാദം ഉണ്ടാകണം. ആ കാലഘട്ടങ്ങളിൽ 5-ാം അധ്യായത്തിൽ അനേകരവരുടെ പുരേടങ്ങളൊക്കെ വിറ്റുകൊണ്ടു കൊടുത്തു. അവരെ ആരെയും ദൈവം ന്യായം വിധിച്ചില്ല. കാരണം ഉള്ളത് മുഴുവൻ അവർ കൊണ്ടു കൊടുത്തപ്പോൾ അല്പം മാറ്റി വെച്ചിട്ട് ദൈവാത്മാവിന് മുമ്പിൽ കള്ളം പറഞ്ഞവരെ ന്യായം വിധിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറയാ, നിങ്ങൾ വ്യാജം കാണിച്ചിരിക്കുന്നു, അത് ദൈവപ്രസാദമല്ല. അവിടെ ഉടനെ തോൽവി, അവിടെ ഉടനെ മരണം സംഭവിക്കുന്നു. ഇനി ഞാൻ വിശുദ്ധി എന്ന വിഷയത്തിലേക്ക് വരട്ടെ. നമുക്കറിയാം, ദേവാലയം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണേ, അതിന്റെ ഉരുപ്പടികളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്കറിയാം. നേരെ കടക്കുമ്പോൾ ആ കർട്ടൻ കഴിയുമ്പോൾ ആദ്യം കാണുന്ന ഒന്നാണ് യാഗപീഠം. ഒരു നേരെ വരച്ചാൽ അതിനോട് നേരെ അടുത്തിരിക്കുന്ന ഒരു സ്ഥലം, ഒരു വസ്തുതയാണ് താമ്രത്തൊട്ടി അല്ലെങ്കിൽ താമ്രക്കടൽ. പിന്നെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ അടുത്തത് കാണുന്നത് ധൂപപീഠം. അതിപരിശുദ്ധ സ്ഥലത്ത് വീണ്ടും നേരെ കാണുന്നത് കൃപാസനം. ഈ നേരെ കാണുന്ന 4 സാധനങ്ങൾ. ഞാൻ വിശുദ്ധി എന്ന വിഷയത്തിലേക്ക് വരാം. എല്ലാവരുടെയും ആഗ്രഹം യാഗപീഠത്തിൽ തന്നെ വെയിറ്റ് ചെയ്യണം എന്നല്ല, ആ കൃപാസനത്തിന്റെ അടുക്കലെത്തണം. അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നത്. എന്നാൽ ലോകത്തിൽ ഒരു മനുഷ്യനും മഹാപുരോഹിതന് പോലും ഒറ്റ ഓട്ടത്തിന് അവിടെ ചെല്ലാനായിട്ട് കഴിയില്ല. ഈ 4 ഭാഗത്തൂടെ കടന്നേ അവിടെ എത്താനായിട്ട് കഴിയും. ആദ്യം വന്ന് 1-ാമത്തെ ഭാഗം യാഗപീഠത്തിൽ വന്ന് ഒരു യാഗം നീ കഴിക്കണം. അതിന്റെ രക്തം കുറെ എടുത്ത് പാത്രത്തിൽ വെക്കണം. ബാക്കി രക്തം അവന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. ആ രക്തം കൊണ്ട് വേണം നീ അടുത്ത സ്ഥലത്തേക്ക് കരേറി പോകുവാൻ. ക്രിസ്തീയ ജീവിതത്തിൽ ഈ വിശുദ്ധി, പ്രാപ്തിക്ക് വേണ്ടിയുള്ള ജീവിത വിശുദ്ധി, ശരീരവിശുദ്ധി, ശുശ്രൂഷയുടെ വിശുദ്ധി, കുടുംബജീവിതത്തിലെ വിശുദ്ധി, രഹസ്യവും പരസ്യവുമായി വിശുദ്ധി നേടണമെങ്കിൽ, ദൈവപ്രസാദം നേടണമെങ്കിൽ, ജീവൻ നേടണമെങ്കിൽ, ദൈവത്തിന് ഹിതകരമാകുന്ന ഒരു വിജയം, ഒരു പ്രാപ്തി നേടണമെങ്കിൽ, നമ്പർ 1 നിന്റെ ജീവിതത്തിൽ ഒരു നിലവിളി വേണം. ഒരു മൃഗത്തിന്റെ നിലവിളി വേണം, ഒരു യാഗം വേണം, ഒരു രക്തം വേണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാണപ്രിയനായ കർത്താവ് യേശു ക്രിസ്തു തന്റെ ചങ്കിലെ രക്തം നമുക്ക് പകരമായി ദൈവക്രോധത്തിന്റെ ക്രോധത്തീയിൽ ഒഴിച്ചു തന്നതുകൊണ്ട് ഈ യാഗപീഠത്തിൽ നമുക്ക് പകരമായി വലിയവനായ കർത്താവ് തന്റെ രക്തം ഒഴുക്കി. ഇനിയും കയ്യിൽ ഒരു ചെറിയ കിണ്ണത്തിൽ ആ രക്തം വേണം എന്ന് പറഞ്ഞാൽ, ഇനി നീ മുമ്പോട്ട് പോകുമ്പോൾ ഓർത്തോണം, ഈ രക്തം എന്റെ കർത്താവിന്റെ രക്തമാണ്, എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണ്. അതുകൊണ്ട് ഈ രക്തത്തിന് വിരുദ്ധമായി, ഈ രക്തത്തിന് ഇഷ്ടപ്പെടാതെ താല്പര്യമില്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മുറുകെ പിടിച്ചോണം ആ രക്തം, മുറുകെ പിടിച്ചോണം ഈ ദൈവവചനം, മുറുകെ പിടിച്ചോണം എന്റെ കർത്താവിനെ. ജീവിതത്തിന്റെ അടുത്തുള്ള യാത്രയിൽ ഈ യാഗമർപ്പിച്ചു കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് മുമ്പോട്ട് ചുവടുകൾ വെൽക്കുമ്പോൾ ഈ രക്തത്തെ അവഗണിക്കാനുള്ള അവസരങ്ങൾ നിന്റെ ജീവിതത്തിൽ വരും. ഈ കർത്താവിനെ മറന്നു കളയാനുള്ള, ത്യജിക്കാനുള്ള അവസരങ്ങൾ ലോകം നിനക്ക് കൊണ്ടുതരും. പ്രാർത്ഥന മറക്കുവാൻ, ദൈവത്തെ മറക്കുവാൻ, ജഡികമായ ലൗകികമായ ഇഷ്ടങ്ങളിൽ പിന്മാറിപ്പോകാനുള്ള അവസരങ്ങൾ, പ്രലോഭനങ്ങൾ ദൈവം തരും. അപ്പോഴും കയ്യിൽ ഈ രക്തം മുറുകെ പിടിച്ചോണം, എന്റെ കർത്താവിന്റെ രക്തം. അത് വിട്ടുപിടിക്കരുത്, വിട്ടുകളയരുത്, ഒഴിച്ചു കളയരുത്, മുറുകെ പിടിച്ചോണം. അങ്ങേ കൃപാസനത്തിൽ എത്തുന്നത് വരെ ഈ രക്തം നിന്റെ കയ്യിലുണ്ടാകണം. യാഗം അവസാനിപ്പിച്ചു. ആ യാഗത്തിന് മറ്റൊരു ഭാഷാന്തരം കൂടെ പറയട്ടെ. വലിയ നിലവിളിയാണ് ആ യാഗത്തിൽ കടന്നത്. ഒരു മൃഗത്തിന്റെ നിലവിളി, മരണവെപ്രാളം, മരണക്കരച്ചില്. അതങ്ങനെ കരഞ്ഞ് പിടഞ്ഞത് മരിച്ചെങ്കിൽ
ക്രിസ്തീയ ജീവിതത്തിന് മുമ്പോട്ടുള്ള യാത്രയിൽ പ്രാർത്ഥന എന്നൊരു യാഗമുണ്ട്. അവിടെയും നിലവിളി വേണം, കണ്ണുനീര് വേണം, സമർപ്പണം വേണം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അങ്ങ് തന്നേര് കേട്ടോ, അല്ല, കണ്ണുനീരോടെ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എന്താ? വീഥികളുടെ തലക്കിലൊക്കെയും കിടക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി നീ രാത്രിയിൽ യാമാരംഭത്തിൽ ഉണർന്നെഴുന്നേറ്റിരുന്ന് ഓലോല കണ്ണുനീരൊഴുക്കുക. ഒന്നാമത്തെ ക്രിസ്തീയ ജീവിതത്തിലെ നേട്ടം. ശരിയായൊരു പ്രാപ്തി നേടണമെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ വേണ്ട എന്ന് പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ തള്ളിക്കളഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നോട് താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊരു യാഗമാണ്. 2, താമരത്തൊട്ടി. നമുക്കറിയാം, സ്ത്രീകളുടെ ദർപ്പണം കണ്ണാടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു. അവിടെ മുഖം ഒന്ന് നോക്കി കൈയും കാലും ഒക്കെ ഒന്ന് കഴുകണം എന്ന് പറഞ്ഞാൽ എല്ലാം ഓക്കെയാണ്, കുളിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും യാഗമൊക്കെ അർപ്പിച്ചിട്ട് വന്നേലേ, കൈയും കാലും, പ്രവൃത്തിയും നടപ്പും. അടുത്തത് വിശുദ്ധ സ്ഥലത്തേക്ക് കയറുക, ദൈവ സാന്നിധ്യത്തിലേക്ക് കയറുക. യാഗം കഴിഞ്ഞു, അനുദിനമുള്ള ജീവിതയാത്രയിൽ ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നിന്റെ പ്രവൃത്തിയും നിന്റെ നടപ്പും ഒന്ന് പരിശോധിക്കണം. അതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്. പ്രസാദമുള്ളതായിരിക്കണം, ജീവനുള്ളത് ആയിരിക്കണം, ദൈവഹിതപ്രകാരമുള്ളതായിരിക്കണം. അവിടെ ഒരു കഴുകൽ ആവശ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കഴുകിക്കൊണ്ടേയിരിക്കണം. റിപ്പന്റൻസ്, മാനസാന്തരം, ദൈവവചനത്താൽ കഴുകിക്കൊണ്ടേയിരിക്കണം, കഴുകിക്കൊണ്ടേയിരിക്കണം, കഴുകിക്കൊണ്ടേയിരിക്കണം. അന്ന് കഴുകിയതല്ലേ മതിയെന്ന് ഇനി എപ്പോഴെപ്പോഴും എന്തിനല്ല കഴുകണം. ദൈവമേ, ഇന്ന് പകൽക്കാലം എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ നടപ്പിൽ ഒരു ചെറിയ പോരായ്മ സംഭവിച്ചെങ്കിൽ കർത്താവേ, നിന്റെ വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ ക്ഷമാപണത്തോടെ അത് കഴുകിയിട്ട് വേണം ആ പ്രാപ്തിക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടക്കുവാൻ. നമ്മുടെ കുഞ്ഞുങ്ങളോടത് പറഞ്ഞു കൊടുക്കാനിടയാകണം. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, ചെറിയ പാപങ്ങളെ, ചെറിയ തെറ്റുകളെ വെച്ച് പൊറുപ്പിക്കരുത്, താലോലിക്കരുത്. പാപങ്ങളോട്, തെറ്റുകളോട്, തിന്മകളോട് വിട്ടുവീഴ്ച ചെയ്യരുത്. 3, അകത്ത് കടന്നു നേരെ ചെല്ലുന്നത് ധൂപപീഠം. ഇടിച്ചെടുത്ത നല്ല സുഗന്ധവർഗം കൊണ്ട് 24 മണിക്കൂറും അതിൽ ധൂപം ഉയർന്നുകൊണ്ടേയിരിക്കുക. ഞാനതിന് ഇങ്ങനെ പറയട്ടെ, പ്രാർത്ഥന എന്ന ധൂപം. രക്തസാക്ഷികളാവുന്ന വിശുദ്ധന്മാരുടെ ധൂപത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നിന്റെ ഭവനത്തിൽ ഒരു ശരിയായ പ്രാപ്തി നിനക്ക് നേടിയെടുക്കണമെങ്കിൽ, സമ്പാദിക്കണമെങ്കിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ റൂമിൽ, നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, വിദ്യാഭ്യാസ സ്ഥലത്ത്, നീ ആയിരിക്കുന്ന സ്ഥലത്ത് ഞാനെന്ന ആ ധൂപം കത്തിക്കൊണ്ടേയിരിക്കണം, കത്തിക്കൊണ്ടേയിരിക്കണം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടേയിരിക്കണം. അത് നല്ല ധൂപമായി കർത്താവിൻ്റെ അടുക്കൽ എത്തണം. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഭൗമികമായ കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും നല്ല ധൂപമായി കത്തിക്കൊണ്ടിരിക്കുക. ദൈവം അത് ശ്വസിച്ചിട്ട് പറഞ്ഞു, ഗുഡ്, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത് പ്രാർത്ഥന. ശരിയായ പ്രാപ്തിക്ക് ആവശ്യമായിരിക്കുന്നത് പ്രാർത്ഥന. അത് അത്രയും പൂർത്തീകരിച്ചിട്ട് ആ കർട്ടൻ മാറ്റി കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക്. അവിടെ വായിക്കുന്നത്, ആ പെട്ടകമുണ്ടാക്കിയപ്പോൾ കതിരമരം കൊണ്ടുണ്ടാക്കി, സ്വർണം കൊണ്ട്, പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അതിൻ്റെ വക്ക് പൊന്നുകൊണ്ട് ഉണ്ടാക്കി, അതിൻ്റെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കി. ശ്രദ്ധിച്ചോണേ, അതിൻ്റെ മുകളിൽ 2 കെരൂബുകൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കി, ആ ചുറ്റുപടി പൊന്നുകൊണ്ട് ഉണ്ടാക്കി, വക്ക് പൊന്നുകൊണ്ട് ഉണ്ടാക്കി. എന്നാൽ കൃപാസനം ഉണ്ടാക്കിയതിനെ കുറിച്ച് എന്താ വായിക്കുന്നതെന്ന് അറിയാമോ? കൃപാസനം പൊന്നുകൊണ്ടല്ല ഉണ്ടാക്കിയത്, പിന്നെ തങ്കം കൊണ്ട് ഉണ്ടാക്കി. ഇതൊക്കെ പൊന്നുകൊണ്ടുണ്ടാക്കി. ഞാൻ 3 കാര്യം പറയാം. സ്വർണം, പൊന്ന്, തങ്കം. സ്വർണത്തെക്കാൾ വിലയുള്ളതാണ്, മാറ്റുള്ളതാണ് പൊന്ന്. പൊന്നിനേക്കാൾ ഏറ്റവും പെർഫെക്റ്റ്, 100% അല്ലെങ്കിൽ 200% മാറ്റുള്ള ഒന്നാണ് തങ്കം. ഇനി അതിനേക്കാൾ മറ്റൊന്നൊന്നില്ല. ഈ കൃപാസനം, കർത്താവിന്റെ ഇരിപ്പിടം എന്ന് പറയുന്ന ആ കൃപാസനം, അത് തങ്കം കൊണ്ടുണ്ടാക്കി. ബാക്കിയെല്ലാം പൊന്നുകൊണ്ടുണ്ടാക്കി. പൊന്ന് തീർന്നു പോയത് കൊണ്ടല്ല, അവിടെയാണ് എൻ്റെ ദൈവം ഇറങ്ങി വരുന്നത്.
അവിടെയാണ് എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. എൻ്റെ പ്രാപ്തി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദാവീദ് പറഞ്ഞതുപോലെ, ഒരു സിംഹത്തെയും കരടിയെയും കൊന്ന് വിജയം നേടാൻ എനിക്ക് കഴിയുമെങ്കിൽ ഇവൻ എൻ്റെ മുമ്പിൽ ഒന്നുമല്ല. യാഗപീഠം മുതൽ ഇതുവരെ എൻ്റെ ജീവിതം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞുവെങ്കിൽ, ദൈവമേക്ക് കൃപ തന്നെങ്കിൽ, ഈ കൃപാസനത്തിന് മുമ്പിൽ കടന്നു വരുവാൻ ദൈവം കൃപ തന്നെങ്കിൽ, ഞാൻ അവിടെ എൻ്റെ കർത്താവിൻ്റെ മുഖം കാണും. ആ പ്രാപ്തിയുടെ സമ്പൂർണത എന്ന് പറയുന്നത് അങ്ങ് സ്തോത്രം, ആ കൃപാസനത്തിൽ നമ്മൾ അവിടെ എത്തിച്ചേരും. അതുവരെ കയ്യിൽ ആ ചെറിയ താലത്തിൽ ആ രക്തമുണ്ടാകണം. എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട ആ മൃഗത്തിൻ്റെ രക്തം, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട എൻ്റെ കർത്താവിൻ്റെ രക്തം. പ്രാപ്തി എന്ന് പറയുന്നത് ആ നിമിഷം വരെ അധ്വാനിച്ചു കൊണ്ടേയിരിക്കണം. ധൂപം, പ്രാർത്ഥന എന്ന ധൂപം ഉയർന്നുകൊണ്ടേയിരിക്കണം, കഴുകിക്കൊണ്ടേയിരിക്കണം, യാഗത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണം. അതാണ് പ്രാപ്തി. ദൈവത്തിന് സ്തോത്രം. ഈ വിലയേറിയ പ്രാപ്തിയാണ് ദാവീദിന്റെ ജീവിതത്തിലുണ്ടായത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നിനക്ക് പ്രാപ്തിയില്ല. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം, ഒരു സമ്പൂർണത വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സഭകളോട് പറയുന്നു, നീ ഒരുപാട് ചെയ്യുന്നു, പക്ഷെ നിന്റെ പ്രവൃത്തിക്കൊരു സമ്പൂർണത ഉണ്ടാവുന്നില്ല. തെസ്സലോനിക്കയിലുള്ള ദൈവസഭയോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷേ വിശ്വാസം പോരാ, കുറഞ്ഞു പോയിരിക്കുന്നു. അവിടെയും ഒരു പ്രാപ്തി വേണം. 2026 ശരിയായ പ്രാപ്തിയുടെ ഒരു വർഷമാകട്ടെ. ചിലത് നേടിയെടുക്കുന്ന ഒരു വർഷമാകട്ടെ. പ്രതികൂലങ്ങൾ കൂടുന്തോറും വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. വയലൊഴുകുന്ന കാളകളെ അടിക്കും തോറും അത് വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരിക്കും. ഈ ലോകം വേദനിപ്പിക്കും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, നിങ്ങളെ പരിഹസിക്കും, നിന്ദിക്കും, ഉപദ്രവിക്കും, പീഡിപ്പിക്കും. നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വിലയേറിയതായതുകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. അടുത്തത്, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്തത്, അതുകൊണ്ട് ഭാരപ്പെടണ്ട. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, സ്തെഫാനോസിന്റെ ശരീരത്തിലെ കല്ലേറ് കൊള്ളുമ്പോൾ ഒന്നും പ്രതികരിച്ചില്ല, കരഞ്ഞു നിലവിളിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞില്ല. അവൻ എന്ത് ചെയ്തു? അതാണ് പ്രാപ്തി. ഉപദ്രവങ്ങളിലും കണ്ണുനീരിലും സ്വർഗത്തേക്ക് നോക്കുവാനുള്ളൊരു മനസ്സ്, പ്രതികരിക്കാതിരിക്കാനുള്ളൊരു മനസ്സ്, സാഹചര്യങ്ങളെ നേരിടുവാനുള്ളൊരു മനസ്സ്. ഈ കൊച്ചു കേരളത്തിലും ദൈവമക്കളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും കൊന്നുകളയും ചെയ്യുന്ന ഒരു രീതി സംഭവിച്ചു കഴിഞ്ഞു. നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് ദൈവമക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളൊക്കെ ബലം പ്രാപിച്ചു വരുമ്പോൾ നാളെ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ ആളുകൾ കടന്നു വരാം. പ്രതികൂലമായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. മക്കളെ, ദൈവത്തിന് വേണ്ടി അടികൊള്ളുവാൻ, കർത്താവിന് വേണ്ടി ചീത്തവിളി കേൾക്കുവാൻ, കർത്താവിന് വേണ്ടി പരിഹാസം ഏൽക്കുവാൻ, കർത്താവിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുവാൻ, ഉപദ്രവിക്കപ്പെടുവാൻ, ജയിലിൽ കിടക്കുവാൻ നിങ്ങൾ ശീലിക്കണം. ആമേൻ. അതാണ് പ്രാപ്തി. പ്രാപ്തി പ്രാർത്ഥനയിലുണ്ടാകട്ടെ, വിശ്വാസത്തിലുണ്ടാകട്ടെ, ഭക്തിയിലുണ്ടാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം, ആത്മീയ പക്വത, ആ മെച്യൂരിറ്റി, ശാരീരികമായ മെച്യൂരിറ്റി, ആത്മീയമായ മെച്യൂരിറ്റി, അത് നേടി ദാവീദ് ഒരു വലിയ മനുഷ്യനായി. അവിടെ ഒരു കല്ലുകൊണ്ട് അവൻ വിജയം നേടിയിട്ട്, ദാവീദ് രാജാവായപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ഏതാണ്ട് 600 ആളുകളെ അവൻ മാറ്റി നിർത്തി കല്ലെറിയാൻ അവരെ പഠിപ്പിച്ചു. കല്ലെറിയാൻ. ലോക ചരിത്രത്തിൽ കല്ലെറിയുന്ന ഒരു പട്ടാളക്കാരുണ്ടെങ്കിൽ ദാവീദിന് മാത്രമേ ഉള്ളൂ. ദാവീദിനറിയാം, ഒരു കല്ല് മതിയെന്നേ വിജയം നമ്മുടെ ഭാഗത്ത് വരും. ദാവീദിന്റെ പട്ടാളക്കാർ കല്ലും കൊണ്ട് നിൽക്കുമ്പോൾ ശത്രു ഓടും. കാരണം ദാവീദിന്റെ ചരിത്രം അവർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് ദൈവത്തിൽ നിന്നും മറുപടി നേടിയത് സമൂഹം അറിയുമ്പോൾ എൻ്റെ തലമുറയും മുട്ടുമടക്കുന്നെങ്കിൽ ശത്രു നിന്നെ വിട്ട് ഓടിപ്പോകും. ആ പ്രാക്ടീസ്, ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദാവീദിനെ വലിയൊരു മനുഷ്യനായി ദൈവം ഉയർത്തി. പക്ഷേ നിന്ദിച്ച, പരിഹസിച്ച ശൗല് ഒരു ദുരാത്മാവ് ബാധിച്ച് അവനും പട്ടുപോയെന്നറിയാം. ദൈവത്തിന് വേണ്ടി ശക്തമായി നിലനിന്ന ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ദാവീദ് ഉൾപ്പെട്ടെങ്കിൽ, അവനോട് ദൈവം അത്രമാത്രം കരുണ കാണിച്ചെങ്കിൽ, സകല വിജയങ്ങളും ദൈവം അവന് നൽകിയെങ്കിൽ, ആ വിജയം, ആ നേട്ടം, ആ സ്നേഹം, ആ ഒരു മനസ്സലിവ് രാത്രി നമ്മോടും ഉണ്ടാകട്ടെ. ആ പ്രാപ്തി നമുക്ക് നേടിയെടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
അനുഗ്രഹീതമായ ആലോചനകൾ നാം ഇത്രയും സമയം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം മുമ്പാകെ നമ്മുടെ പ്രാപ്തി എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളോട് ബന്ധത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. പ്രത്യേകമായി സഹോദരൻ ഓർമ്മിച്ചത് നമ്മുടെ ശരീരങ്ങളെ ഒരു യാഗമായി സമർപ്പിച്ചുകൊണ്ടാണ് നാം ആ പ്രാപ്തി നേടി എടുക്കേണ്ടത്. പ്രത്യേകിച്ച് ആ യാഗം ജീവനുള്ളതായിരിക്കണം, അത് വിശുദ്ധി ഉള്ളതായിരിക്കണം, ദൈവത്തിന് പ്രസാദമുള്ള യാഗം ആയിരിക്കണം. എങ്ങനെയാണ് പ്രായോഗിക ജീവിതത്തിൽ ആ യാഗം നാം കഴിക്കേണ്ടത് എന്നത് വിവിധ നിലകളിൽ, പ്രത്യേകിച്ച് ദാവീദിൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിലൊക്കെ ആ വിവിധ നിലകളിൽ പ്രിയ കർത്താവ് നമ്മെ ഓർപ്പിച്ചു. അതൊന്നും വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ വരും വർഷത്തിൽ, ഈ പുതിയ വർഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് സമർപ്പിക്കുവാനുള്ള ഒരു തീരുമാനം, നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു യാഗമായി സമർപ്പിക്കുവാനുള്ള ഒരു തീരുമാനം നമുക്ക് എടുത്തുകൊണ്ട് ഈ പുതിയ വർഷം നമുക്ക് ആരംഭിക്കാം. അങ്ങനെ ദൈവത്തിന് മുമ്പിൽ പ്രാപ്തിയുള്ളവരായിട്ട്, ദൈവത്തിന് പ്രസാദമുള്ള ആളുകളായിട്ട്, ദൈവത്തിൻ്റെ പ്രിയമക്കളായിട്ട് ജീവിപ്പാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അനുഗ്രഹീതമായ ഈ മെസ്സേജ് നമുക്ക് ഇന്ന് തന്ന പ്രിയ സന്തോഷമുള്ള നന്ദിയെ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വരുന്ന ആളുകളിലും തൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അനുഗ്രഹീതമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ കർത്താവിനെ ദൈവം ധാരാളമായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഗാനങ്ങൾ ആലപിച്ച പ്രിയ പ്രിൻസി സഹോദരിയോടും അക്സ മോളോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം വരുന്ന ആളുകളിലും ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പേർക്ക് ഇന്ന് കൂടി വരുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. ഈ മിനിസ്ട്രിയോട് നിങ്ങൾ കാണിക്കുന്ന സഹകരണത്തോടുള്ള നന്ദി ഈ സമയത്ത് ഓർപ്പിക്കുന്നു. വരുന്ന ആളുകളിലും ഈ TBF മിനിസ്ട്രിയോട് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിനായിട്ട് പ്രിയ പേരുക്കടയിൽ സഭയിലുള്ള പ്രിയ ജേക്കബ് അങ്കിളിനെ ക്ഷണിക്കുകയാണ്. ജേക്കബ് അങ്കിൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പുതുവർഷം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും കർത്താവെ നിൻ്റെ നാമത്തെ പുകഴ്ത്തുവാനും തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ നല്ല പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്റെ ദാസന്മാരുടെ കർത്താവ് സഹോദരങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തിയതിനായി സ്തുതിക്കുന്ന കർത്താവെ, ഇനിയും കർത്താവിന് അനേകം പാട്ടുകൾ പാടുവാൻ തക്കമുള്ള കൃപയും അനുഗ്രഹം ചെയ്യുമാറാകണമേ. കർത്താവിൻ്റെ മകനിൽ കൂടെ കർത്താവ് തന്ന നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവ് ഈ പുതുവർഷം കർത്താവെ ഞങ്ങൾ പല കാര്യത്തെ പ്രയാസത്തിലും കഷ്ടത്തിലും ദുഃഖത്തിലും എല്ലാം അതിജീവിപ്പാൻ പ്രാപ്തിയുള്ളവരായി തിരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. കർത്താവെ, ദാവീദിൻ്റെ കാര്യത്തിലും ദാനിയേലിൻ്റെയും കൂട്ടുകാരുടെയും കാര്യത്തിലും എല്ലാം കർത്താവ് അവർക്ക് കൊടുത്തായ ശക്തി കർത്താവെ, ആ കഷ്ടങ്ങളിലും പ്രയാസത്തിനും എല്ലാം അതിജീവിപ്പാൻ കൊടുത്ത ആ പ്രാപ്തി ഞങ്ങൾ കാണുവാൻ ഇടയായി. കർത്താവെ, ഞങ്ങൾക്ക് ഈ പുതുവത്സരത്തിനും കർത്താവെ നിന്നെ ജീവിപ്പാൻ ജയാളികളായിട്ടായിരിക്കാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് കർത്താവിൻ്റെ ആ കൃപ അധികമായിട്ട് ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. അതിനുള്ള വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിട്ട് നിരന്തരം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഇനിയും കർത്താവെ എല്ലാ ഞായറാഴ്ചകളിലൂടെ കൂടി വരുവാനും അനേകർക്ക് കർത്താവ് ഇത് അനുഗ്രഹപ്രദമായി തീരുവാനും തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദാസന്മാരെയും കർത്താവ് സഹായിക്കണം, ബലപ്പെടുത്തണം. കർത്താവെ, ക്രമമായിട്ട് ഇത് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവ് ഈ ദേശത്തുള്ളവർക്ക് ഇത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. TBFൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപ അധികമായിട്ട് വർഷിക്കണമേ.
കർത്താവ് ഇന്നിവിടെ സന്നിധരായിരിക്കുന്ന ഓരോരുത്തരെയും കരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൃപ തോന്നി സഹായിക്കണമേ. കർത്താവ് എല്ലാവരെയും കർത്താവ് രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാം കർത്താവ് വിടുതൽ തന്ന് സഹായിക്കണമേ. കർത്താവ് ഈ പുതുവർഷക്കാലം ഞങ്ങൾ കർത്താവെ നിന്നെ നോക്കി പാർക്കുന്നു. പലവിധമായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഈ ലോകത്തിൽ കേൾക്കുന്നു. ഞങ്ങൾ കർത്താവ് ഇതെല്ലാത്തിൻ്റെയും മധ്യത്തിലും കർത്താവിൽ ഞങ്ങൾ ധൈര്യപ്പെട്ട് നിന്റെ വരവനായി നോക്കി പാർത്ത് ഒരുക്കമുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇതൊന്നും ഞങ്ങളെ ഭയപ്പെടുത്തുവാനോ കർത്താവെ ഞങ്ങൾ പിന്മാറ്റക്കാരായി പോകുവാനോ വിശ്വാസത്യാഗികളായി പോകുവാനോ ഒന്നും ഇടവരാതെ കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവെ ആ ഉയരങ്ങളിലുള്ളത് നോക്കി കർത്താവെ ഞങ്ങൾ മുമ്പോട്ട് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ തന്നല്ലാത്ത സമയത്തിനായിട്ട് വീണ്ടും വീണ്ടും നന്ദി കരയേറ്റുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. സകലതും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മൾ കേട്ടതായ വചനത്തിന്മേലും നമ്മുടെ കുടിവരന്മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.